ഹായ് ഫ്രണ്ട്സ്, കർഷക സുഹൃത്തുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ചെയിൻസോ മിൽ അറ്റാച്ച്മെൻ്റ് ആണ്. ഉരുളൻ മരങ്ങൾ നമ്മുടെ സാധാരണ ചെയിൻസോ ഉപയോഗിച്ച് സൈസുകളാക്കി മാറ്റാം എന്നുള്ളതാണ് ഈ അറ്റാച്ച്മെൻറ്റിൻ്റെ ഉപയോഗം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ മിൽ അറ്റാച്ച്മെൻറ്റ്. ഇങ്ങനെയാണ് ബബിൾ കവറുകളിലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് എടുത്തു മാറ്റണം. ഇത് ഫിറ്റ് ചെയ്യാൻ ആവശ്യമുള്ള നട്ട് ബോൾട്ടുകളെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഫിറ്റ് ചെയ്യാനുള്ള ടൂളും, അതായത് ചെയിൻസോയുടെ പ്ലഗ് സ്പാനർ പോലൊരു ടൂളാണ് വന്നിരിക്കുന്നത് ഇത് ഫിറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ 2 ഹാൻഡ് ഗ്ലൗസും വന്നിട്ടുണ്ട്. നമ്മളത് ഉപയോഗിക്കുന്നില്ല, മെറ്റലായതുകൊണ്ട് കൈ മുറിവൊന്നും ഏൽക്കാതിരിക്കാനാണ് അവർ ഹാൻഡ് ഗ്ലൗസ് വന്നിരിക്കുന്നത്. വെർട്ടിക്കലായി നിർത്തേണ്ട 2 സ്റ്റീൽ പൈപ്പുകൾ, സ്ക്വയർ പൈപ്പാണ് സ്റ്റീലിൻ്റെ, അതാണ് നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ചെയിൻസോയുടെ ചെയിനിൽ നിന്നൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊരു ഗാർഡാണ്, അത് ചേർത്ത് വേണം അടുത്തത് നമ്മൾ ഫിറ്റ് ചെയ്യാൻ. ഇനി നമ്മൾ ഈ സ്റ്റീൽ സ്ക്വയർ പൈപ്പിലേക്ക് യു ക്ലാമ്പ് ഉപയോഗിച്ച് ഇതിൻ്റെ മറ്റു ഭാഗങ്ങൾ പിടിപ്പിക്കുകയാണ്. ഈ 2 സ്റ്റീൽ പൈപ്പുകളിലും അവർ സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. ഒരേ അളവിൽ വേണം 2 സൈഡിലും നമ്മൾ ഫിറ്റ് ചെയ്യുവാൻ. രണ്ട് സ്റ്റീൽ പൈപ്പുകളിലും അവർ സ്കെയിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ സൈസ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അളവ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി 2 ചാനൽ 2 സൈഡിലേക്കും പിടിപ്പിക്കാൻ അവർ തന്നിട്ടുണ്ട്, അത് നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ്. ഈ ചാനൽ അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ഈ മിൽ അറ്റാച്ച്മെൻറ്റിൻ്റെ സൈസ് കറക്റ്റ് ചെയ്യുന്നത്.
ഇനി രണ്ട് ചാനലുകൾക്കിടയിൽ കുറുകെയുള്ള ഒരു ചാനലും അതിൻ്റെ മുകളിൽ പ്ലേറ്റും, പ്ലേറ്റിന് മുകളിൽ ഹാൻഡിലും, അങ്ങനെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ കൂടെ സ്റ്റീൽ റൗണ്ട് പൈപ്പ് ഒരെണ്ണം വന്നിട്ടുണ്ട്. അത് നമ്മൾ മുമ്പ് സ്ക്വയർ പൈപ്പുകളിൽ പിടിപ്പിച്ച ആ ഭാഗത്തേക്കുള്ള 2 ഹോളുകളിൽ കടത്തി 2 സ്ക്രൂ കൊണ്ട് മുറുക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മില്ല് അറ്റാച്ച്മെൻറ്റിൻ്റെ സെറ്റിംഗ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെയിൻസോ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ അളവ് നോക്കുകയാണ്. ചെയിൻസോയുടെ ബാറിൻ്റെ അളവിനൊത്തവണ്ണം ഇത് ചെറുതാക്കി കൊടുത്തിരിക്കുകയാണ്. ചാനലിൽ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നത് കൊണ്ട് നമുക്കത് ചെറുതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 18 ഇഞ്ച് ബാർ സൈസുള്ള ചെയിൻസോയാണിത്. ഈ മില്ല് അറ്റാച്ച്മെൻറ്റിൽ ആദ്യം നമ്മൾ പിടിപ്പിച്ച 2 സൈഡിലെ ഓരോ സ്ക്രൂ അഴിച്ചുകൊണ്ടാണ് ബാർ നമ്മൾ ഉള്ളിലേക്ക് കടത്തുന്നത്. ബാറിൻ്റെ നടുഭാഗങ്ങളിൽ മാത്രം പിടുത്തം വരുന്ന രീതിയിലാണ് ഇത് നമ്മൾ ടൈറ്റ് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും ചെയിനിൻ്റെ ഭാഗത്തേക്ക് ടൈറ്റ് ആവരുത്. ചെയിൻ ഫ്രീ ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഗൈഡ് ബാറിൻ്റെ അറ്റത്തുള്ള നോസിൽ വിട്ടിട്ട് വേണം നമ്മൾ ഇത് ബാറിൽ ടൈറ്റ് ചെയ്യുവാൻ. നോസിലിൻ്റെ മുകളിൽ ഒരു കാരണവശാലും ടൈറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ടൈറ്റ് ചെയ്താൽ ചെയിൻ കറങ്ങുകയില്ല. 18 ഇഞ്ചിൻ്റെ ബാറിൽ നമുക്ക് കട്ടിംഗ് വിഡ്ത്ത് എത്ര കിട്ടുമെന്ന് ഇപ്പോൾ നോക്കുകയാണ്. 12 ഇഞ്ചാണ് നമുക്ക് കട്ടിംഗ് വിഡ്ത്ത് കിട്ടുന്നത്. അതായത് 6 ഇഞ്ച് നമുക്ക് 2 സൈഡിലേക്കും പോകുന്നുണ്ട്. 22 ഇഞ്ചിൻ്റെ ബാർ ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് കട്ടിംഗ് വിഡ്ത്ത് കിട്ടുന്നതാണ്. അധികം വൈകാതെ തന്നെ ഇതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോയുമായി ഞങ്ങൾ എത്തുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള മറ്റു വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.